ജോലി കഴിഞ്ഞ് വരുന്നൊരു വൈകുന്നേരം എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞാൻ മാൾട്ടയിൽ ബിർക്കിക്കറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ബസ് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു 100 വർഷം പഴക്കമുള്ള, ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു 100 വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെയുണ്ട്. അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിന് നേരെ പുറകിലായിട്ടാണ് കേട്ടോ ഇത് ബിർക്കിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് ദ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര് എന്ന് പറയുന്നത്. ഇത് 1883 തൊട്ട് 1931 വരെ ഈ മാൾട്ടയിലെ പല വില്ലേജുകളെ കണക്ട് ചെയ്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. പക്ഷെ ഇപ്പോൾ ഇതൊരു പബ്ലിക് പാർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1931 ശേഷം ഇതൊരു പാർക്കായിട്ട് മാറുകയായിരുന്നു. ഇത് അതിന് തൊട്ട് മുമ്പിലായിട്ട് കണ്ട ഒരു ബാറാണ് കേട്ടോ. അതിന്റെ പേര് പോലും റെയിൽവേ ബാർ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും ഒരുപാട് ആളുകൾ ബസ്സൊക്കെ നോക്കി നിൽക്കുന്നുണ്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ഇടവിട്ട് ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് നമ്മുടെ അവിടെ പിന്നെ ഒരു നമ്പരും ഉണ്ട് കേട്ടോ ഓരോ ബസ് സ്റ്റോപ്പിനും. അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബസ് വരും, ആ ബസ് ഇപ്പം എവിടെയായി, എവിടം വരെ ഇനി നമ്മളിലേക്ക് എത്താൻ വേണ്ടി എത്ര നേരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ആ പാർക്കിന്റെ ആ ഒരു എൻട്രി, അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. മുഴുവൻ ഒരു പച്ചപ്പ് ഹരിതാഭ ഒക്കെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ വരെയൊക്കെ നല്ല ട്രെയിനൊക്കെ ഇങ്ങനെ ഓടി 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 ഒരു 100 വർഷത്തിനുള്ളിൽ ട്രെയിനൊക്കെ ഓടി ഒരുപാട് എത്രയോ തലമുറ കണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഒരു വലിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നിതൊരു പാർക്കാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. ഐ മീൻ, ഈ സ്കൂളിൽ നിന്നൊക്കെ വരുന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും, സ്കൂൾ കഴിയുമ്പോഴത്തേനും കുട്ടികളെയും കൊണ്ട് നേരെ ഈ പാർക്കിലേക്ക് വരും. എന്നിട്ട് അവരുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കറക്റ്റ് ഡീറ്റെയിൽസും എല്ലാം അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ പാർക്കിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ ഇതുണ്ട്, ഒരു ബ്ലൂ ടീഷർട്ട് കണ്ടോ, അത് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇവിടെയുള്ള മാൾട്ടീസുകാരാണ്. ഫോറിനേഴ്സും ഉണ്ടായിരിക്കാം ഈ ഒരു കൂട്ടത്തിൽ കേട്ടോ. ഇതുണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ യൂണിഫോമിൽ നിന്ന് നേരെ ഇങ്ങ് വരികയാണ്, നേരെ പാർക്കിലേക്ക്. അപ്പോൾ ഇവിടെ അവർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസും എല്ലാം. ഒരുപാട് ആളുകൾ അപ്പാർട്ട്മെന്റ്സിലായിരിക്കും താമസിക്കുന്നത്, അപ്പോൾ അവർക്ക് ഇതല്ലേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ഈ ഒരു പാർക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ ഡ്രിങ്ക്സ് വേണമെങ്കിലോ എന്തെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ വേണമെങ്കിലോ അപ്പോൾ നമുക്കത് കഴിക്കാൻ വേണ്ടി പറ്റും. അവിടെ ഫ്രണ്ടിൽ എഫ്തീറ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, അതൊരു ബ്രെഡാണ് കേട്ടോ. ട്യൂണ എഫ്തീറ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ട്യൂണ മീൻ വെച്ച എഫ്തീറ. എഫ്തീറ എന്ന് പറഞ്ഞാൽ ബ്രെഡിന് മാത്രം പറഞ്ഞ പേരാണ് കേട്ടോ. ഇതുകൊണ്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ നേരെ മുമ്പിലായിട്ട് കാണുന്ന ഇത് നമ്മുടെ നാട്ടിലൊക്കെ കടലാസ് പൂ എന്ന് പറയും ഇതിന്. നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് ഈ ഒരു സമയം, ഇത് ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ജോലി കഴിഞ്ഞ് പോകുന്ന സമയമാണ്. ഒരു 4-4:30 സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സൂര്യനൊക്കെ ഇങ്ങനെ പെയ്യെ താഴ്ന്നു വരുന്ന ഒരു സമയത്ത് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതുണ്ട്, ഇതുപോലത്തെ വുഡൻ ചെയേഴ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെറ്റലാണ്, പക്ഷെ അതിന് മുകളിൽ വുഡ് വെച്ച് അറേഞ്ച് ചെയ്തിട്ട് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ എല്ലാ ഒരു ഏരിയയിലും. ഒരു ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത രീതിക്ക് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് ഒരു കുതിര അച്ചായനാണ് കേട്ടോ. ഈ ഈ കുതിരച്ചേട്ടൻ ഇങ്ങനെ കുട്ടികളൊക്കെ വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ പുള്ളി ആർക്കും വേണ്ട, ആരും പുള്ളിയുടെ അടുത്തോട്ട് വരുന്നത്. എല്ലാവരും അപ്പുറത്തുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ കുറച്ച് കാണിച്ചു തരാവേ, എല്ലാവർക്കും അത് മതി. ഇതുകൊണ്ട് ഈ പൂവിന്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ നോക്കി നല്ല വിജൃംഭിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ പൂവൊക്കെ. എന്നെ ഇങ്ങോട്ട് വരൂ, എന്റെ ഫോട്ടോ എടുക്കൂ എന്നൊക്കെ ഉള്ള രീതിക്ക് ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്ന കടലാസ് പൂക്കളാണ് കേട്ടോ അത്. ആ ഒരു കടലാസ് പൂവിന് വരെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അത് ഒന്നല്ല, അത് ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പൊ അതങ്ങ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇതുണ്ട് ഊഞ്ഞാല്, നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന് കിട്ടുന്നു. അത് പിന്നെ നമ്മൾ കയറിനൊക്കെയാണ്. ഇവിടെ ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട് ഇത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാ നാട്ടിലും ഇപ്പം പാർക്കിലൊക്കെ ആണെങ്കിലും എറണാകുളത്തൊക്കെ ആണെങ്കിലും ഒരുപാട് പാർക്കിൽ ഇത് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഈ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടോ, ഈ പുറകെ കാണുന്ന ഈ നേരെ കാണുന്നത് ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എത്രയോ വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ ഈ കടന്നിങ്ങനെ പോകുന്നത്. അതിന് ഒരുപാട് നൂറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയാനുള്ള ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറീസിൽ ഒരുപാട് ടിക്കറ്റ്സ് വിറ്റുകൊണ്ടിരുന്ന, ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അതിന്റെ ആ ഒരു ഭംഗി ഇപ്പോഴും അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ അതിന്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഒരു ചെയിൻ കണ്ടോ അതിന്റെ മുമ്പിലായിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത് ക്ലീൻ ആക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും കേട്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ.
ഇത് കണ്ടോ പണ്ടത്തെ ആ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഇത് കണ്ടോ ട്രാക്കൊക്കെ കിടക്കുന്നുണ്ടോ. പിന്നെ ഈ കണ്ണാടിക്കൂട്ടിനകത്ത് തേർഡ് ക്ലാസിന്റെ ഒരു ബോഗിയാണ് കേട്ടോ. ഒരു ബോഗി അതിനകത്തുണ്ട്. തേർഡ് ക്ലാസിന്റെ ഒരു ബോഗി കാണിക്കാൻ വേണ്ടി അന്നത്തെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോഗി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലുള്ള ആ ഒരു മെയിൻ ബിൽഡിംഗ്, അതായത് ടിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഈ ഒരു മരത്തിന്റെ ഒക്കെ ഒരു ഭംഗി തന്നെ നോക്കി, നല്ല അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു വുഡ് വെച്ചിട്ട് ബേസ് ഒക്കെ സെറ്റ് ചെയ്ത്. നമ്മുടെ നാട്ടിൽ ആൽത്തറയിലൊക്കെ ആളുകൾ വന്നിരിക്കില്ല എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ കോഫിയൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് വന്നിരിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് മുഴുവനും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു 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 സംഭവമാണ്. അത് 2.50 നമ്മുടെ നാട്ടിലൊരു 300-250 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബോൺസി കാസ്റ്റിൽ എന്ന് പറയും. അതായത് ഇങ്ങനെ എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ബലൂണിന്റെ അതേ സിസ്റ്റമാണ്. ഇങ്ങനെ എയർ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനുള്ളിലേക്ക്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കുന്ന സമയത്ത് അവർ വീണാലും ഒന്നും പറ്റില്ല. അവരുടെ എപ്പോഴും അവർ സേഫ് ആയിരിക്കും. കാര്യം അത് ഭയങ്കര ഒരു പഞ്ഞി പോലെയാണ്, ഒരു ബലൂണിലേക്ക് നമ്മളിങ്ങനെ വീഴുന്ന പോലെയാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ. അപ്പൊ നമ്മൾ നേരെ ആ ഒരു പാർക്കിന്റെ കാര്യങ്ങളും ആ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ കണ്ടു. നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് കുറെ ഇങ്ങനെ കമ്പി നിൽക്കുന്നത് കണ്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിനുള്ളിലേക്ക് വാഹനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വലിയ വാഹനങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നുണ്ട്. ഈ എങ്ങാനും കയറിയാൽ എല്ലാം ബോണറ്റ് അടക്കം. ഇതാരത് കൊള്ളാലോ, ഒരു ബ്ലൂ ടീഷർട്ട് കണ്ട, ജിമ്മൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് താഴേക്ക് പോകാം. കാര്യം നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് വേണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതേ ഒരു ബസ് ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ അടുത്ത ട്രിപ്പിനായിട്ട്. ഇതിങ്ങനെ നിർത്തിയിട്ടിരിക്കും. അരമണിക്കൂർ ആകുമ്പോഴത്തേന് ഈ ബസ് എടുക്കും, നേരെ പോകും. അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ ആ പോകുന്ന ഡെസ്റ്റിനേഷനുള്ളിലുള്ള ആളുകളെല്ലാം അതിനുള്ളിലേക്ക് വരികയും അവരെല്ലാം അവരുടേതായ സ്റ്റോപ്പുകളിൽ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, സ്റ്റോപ്പ് ബട്ടൺ. എൻ്റെ മറ്റുള്ള വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം. ഞാൻ അതിനകത്ത് എല്ലാം വിശദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് ഇതുവരെ നമ്മുടെ ചാനൽ ഒന്ന് കേട്ട് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. എല്ലാം മാൾട്ടി, ഇത് ഈ തള്ളി നിൽക്കുന്ന ഈ ബാൽക്കണികളുണ്ട്, ഇതെല്ലാം ഒറിജിനൽ മാൾട്ടീസ് ബാൽക്കണികളാണ് കേട്ടോ. അതിനാണ് ഇങ്ങനെ ഒരു തള്ളൽ, പുറത്തേക്ക് ഇങ്ങനെ ഒരു തള്ളലുള്ളത്. ഈ ഒറിജിനൽ മാൾട്ടീസ് ബാൽക്കണികൾ, ആ ഒരു വീടുകളാണ് കേട്ടോ കാണുന്നത് മുഴുവൻ. അപ്പോൾ നമുക്ക് നേരെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ ആ ഒരു ഒരുപാട് വർഷത്തിന്റെ ചരിത്രമുള്ള ആ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ കണ്ടു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു.